ന്യൂ ഇയർ റെസൊല്യൂഷൻസ് പറയുമ്പോൾ പല റെസൊല്യൂഷൻസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ നാളെ തൊട്ട് ജിമ്മിന് പോകും, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, നാളെ തൊട്ട് പഠിക്കാതിരിക്കും, അടി ഉണ്ടാവില്ല, അടി ഉണ്ടാവില്ല, അങ്ങനെ കുറേ തീരുമാനങ്ങൾ. പക്ഷെ ഇതിൽ സ്റ്റഡീസ് കണക്കുകൾ പറയണമെന്ന് പറഞ്ഞാൽ ഇതിലൊരു 23% ആൾക്കാരും ആദ്യത്തെ ആഴ്ചയിൽ തന്നെ തോറ്റു പോകും. ആദ്യത്തെ ആഴ്ചയിൽ തന്നെ അവരെന്ത് ചെയ്യും, ഇങ്ങനെതായിട്ടൊന്ന് പ്രത്യേകിച്ച് ആദ്യത്തെ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഈ സിഗരറ്റ് വലിയെന്ന് വിചാരിച്ചോ, സിഗരറ്റ് വലിക്കൽ തുടങ്ങി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തിയിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞ് നമ്മൾ ഒരു സിഗരറ്റിൻ്റെ കുറ്റി വലിച്ച് വിചാരിച്ചു, നമ്മളെന്ത് വിചാരിക്കുക, ഇതിപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത്ര ആയില്ലേ, നിർത്താൻ വിചാരിക്കും. ഇപ്പോൾ ഈ സിഗരറ്റുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ സിഗരറ്റ് വലി ഇപ്പം നിർത്തും, നാളെ നിർത്തും. ഞാൻ ഒരിക്കലും അഡിക്റ്റഡ് അല്ല. അതിങ്ങനെ 21 ഡേയ്സ് എന്താ പറയുക അടുപ്പിച്ചിങ്ങനെ വലിച്ചാൽ മാത്രമാണ് ഈ അഡിക്റ്റഡ് ആവുള്ളൂ, ഏതൊരു സാധനം അഡിക്റ്റഡ് ആവുള്ളൂ പറഞ്ഞു. അങ്ങനെയാണ് അവൻ അഡിക്റ്റഡ് ആണെന്ന് സമ്മതിക്കേണ്ടായിരുന്നില്ല പണ്ട്. ഇപ്പൊ അവൻ സമ്മതിച്ചു, എടാ ഞാൻ അഡിക്റ്റഡ് ആയടാ, കയ്യുന്നോ ഇനി വിചാരിക്കുന്നോ ഈ സാധനം നിർത്താൻ ഭയങ്കര പാടാണ്, നീ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമല്ല, ആ ഒരു രീതിയിലോട്ടാണ് അവൻ മാറി. ഇനിയിപ്പോൾ ഇയാളെ എക്സാമ്പിൾ തന്നെ എടുക്കുക. ഇയാളിപ്പോൾ ഇനി ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ആ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം അയാൾ തീരുമാനം എടുക്കുക വിചാരിച്ചു, നാളെ ഒന്ന് നിർത്താമെന്ന്. പക്ഷെ അങ്ങനെ നിർത്താൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ആറ്റോമിക് ഹാബിറ്റ്സ് ബുക്കിൽ പറയുന്നുണ്ട്, ഒരു ഹാബിറ്റ് നമുക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പഴയൊരു ഹാബിറ്റ്, നമ്മളിപ്പോൾ ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് കളയാനോ ഭയങ്കര പണിയാണ്, ഒറ്റയടിക്ക് പറ്റില്ല. അത് നമ്മൾ ഗ്രാജുവലി ഇപ്പോൾ ഒരു 4 പഫ് എന്നുള്ളത് ഇത് 3-2-1 കൊണ്ടുവരിക, ആ രീതിയിലേ പറ്റുള്ളൂ. ഒറ്റയടിക്ക് ഗുളിക കഴിക്കുന്ന പോലെയാണ്, 1 വീതം 3 നേരം വെച്ച് വിടും, അതാണ് സംഭവം. അങ്ങനെ ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ ഏത് അഡിക്ഷൻ ആണെങ്കിലും, ഫോൺ അഡിക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും ഒറ്റയടിക്ക് നമ്മൾ നിർത്തുക പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ആ കൺഫ്യൂഷൻ ആവും, എന്തൊക്കെ ഇയാളൊന്ന് ആ ഡോപ്പമൈൻ സ്ട്രൈക്ക് റിലീസ് നമുക്ക് തരാതെന്ന് വിചാരിക്കും ബ്രെയിന്. കൃത്യമായി സ്റ്റഡീസ് തന്നെ പറയുന്നുണ്ട് 21 ഡേയ്സ് പക്കയായിട്ട് കൊണ്ടുപോകണം, അത് ആർക്കും പറ്റില്ല. അത് ഈ 21 ഡേയ്സിനെ സെക്ഷൻ തിരിക്കും. ആദ്യത്തെ 7 ദിവസമാണ് കഠിനം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമാണ്, ക്രേവിങ് ആയിരിക്കും. അങ്ങനെ ക്രേവിങ്ങിന് അങ്ങേറ്റം 7ാമത്തെ ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ പറഞ്ഞാൽ ബ്രെയിൻ ഇങ്ങനെ ഇല്ലാണ്ടാവും. 7 ദിവസം കഴിയുമ്പോൾ 2ാമത്തെ ആഴ്ച ഒന്നുകൂടി ഒന്ന് ലൈറ്റ് ആവും, പിന്നെ 3ാമത്തെ ആഴ്ച കുറച്ചും കൂടി ഒന്ന് നമുക്കൊന്നും റെസിസ്റ്റൻസ് കിട്ടിയ പോലെ ഫ്രീ ആയ പോലെ തോന്നും. ഫ്രീ ആയ പോലെ തോന്നും. നമ്മളിപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ 23% ആൾക്കാർ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ പോകും, നമ്മൾ പറഞ്ഞ ആൾക്കാർ. പിന്നെ പറഞ്ഞാൽ ബാക്കി ഒരു 60% ഒരു മാസത്തിനുള്ളിൽ തന്നെ പോകും. വെറും 9% ആൾക്കാർ മാത്രമാണ്, അതും ഇപ്പോൾ അമേരിക്കയിൽ മാത്രം നടന്ന സ്റ്റഡി, 9% ആൾക്കാർ മാത്രമാണ് ഇതൊന്ന് ജെന്യൂനായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ, അത്രയും ഇതിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ. പക്ഷെ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ അഡിക്ഷൻസ് അല്ല, ചെറിയ അഡിക്ഷൻസ്, ചെറിയ പുതിയ ഹോബീസ്. ഇപ്പോൾ നാളെ രാവിലെ ഒന്ന് എനിക്ക് ജിമ്മിന് പോവുക, അങ്ങനത്തെ ഒക്കെ. പിന്നെ വേറെ കണക്ക് ഞാൻ കേട്ടതെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ആ ഒരു ജനുവരി മാസത്തിലാണ് കൂടുതൽ എന്തിനാണ് ജിമ്മിൽ അഡ്മിഷൻസ് ഉണ്ടാവുന്നത്. പിന്നെ ഒരു 12% ആൾക്കാർ, ആ അഡ്മിഷൻ നടത്തിയ 12% ആൾക്കാരും പിന്നീട് എന്ത് ചെയ്യണില്ല, കണ്ടിന്യൂ ചെയ്യണില്ല. ഇതിപ്പോ നമ്മുടെ ഒരു ജിമ്മിന്റെ കാര്യം പറയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ തിരക്കായിരുന്നു, തിരക്ക് പറഞ്ഞ അമ്മാതിരി തിരക്കായിരുന്നു ജിമ്മില്. ഇപ്പൊ പോകുമ്പോ ഞാനും ഉണ്ടാവും, ട്രെയിനറും ഉണ്ടാവും, വേറെ ആരുമില്ല. പിന്നെ ഇടയ്ക്ക് 2-3 പേര് വരും, പോവും, അത്രേ ഉള്ളൂ. ഇപ്പം എനിക്ക് ഓർമ്മ ഉണ്ട്, മറ്റേ അന്ന് ജിമ്മ് തുടങ്ങിയ സമയത്ത് നമ്മളൊരു കൂട്ടുകാരെ, ഇവൻ അവിടെ പോവും, എന്നിട്ട് മറ്റേ മിറർ സെൽഫി എടുക്കും. മനസ്സിലായി, ഡേ 1, 2ാമത്തെ ഡേ 2, 3ാമത്തെ ഡേ 3 എന്ന് പറഞ്ഞാൽ ഭയങ്കര മിറർ സെൽഫി ഭയങ്കര ഇങ്ങനെ പോവാണെങ്കിൽ സെറ്റ് വന്നിട്ട്. എന്നിട്ട് ഇവൻ തിരിച്ചു വരുന്ന സമയത്ത്, അതായത് അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് ഫുൾ എഡിറ്റിങ് ഡേ 1 എന്നൊക്കെ എഴുതിയിട്ട് ഭയങ്കര ഒരു 1/2 മണിക്കൂർ അതിന് മുകളിൽ ഇരിക്കും. അങ്ങനെ ഒരു 5 ദിവസം 6 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വഴിക്ക് കണ്ടിട്ടില്ല, നിർത്തി. കാരണം അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ജിമ്മിൽ വരേണ്ട ആൾക്കാർ വരവ് നിർത്തി, മനസ്സിലായ സംഭവം. അവര് നിർത്തി, പിന്നെന്തിനാ ഇവൻ പോകുന്നത്, അതാണ് സംഭവം. പിന്നെ ആ ഒരു ട്രെൻഡിനനുസരിച്ച് വരെ എല്ലാവരും പോകുന്നത്. ഇപ്പോൾ ട്രെൻഡ് അതാണ്, ജിമ്മിന് പോവുക. ഇപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷനാണ്, ഇപ്പോൾ ജിമ്മിന് പോവുക, അപ്പോൾ എല്ലാവരും ജിമ്മിന് പോയി. ട്രെൻഡ് കഴിഞ്ഞപ്പോൾ എല്ലാവരും നിർത്തി. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ബ്രെയിൻ ഒരു സംഭവം പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യാം, നാളെ മുതൽ രാവിലെ എനിക്ക് ജിമ്മിന് പോകണം, അല്ലെങ്കിൽ നാളെ രാവിലെ എനിക്ക് ഓടാൻ പോകണം. എന്നിട്ട് പറയുമ്പോൾ ബ്രെയിനോട് ഒരു സുഖം കിട്ടുന്നുണ്ട്, അവിടെ ഒരു ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു റിലീസ് കാരണം നമ്മൾ ശരിക്കും അത് ആ ഒരു റിലീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ആ ആക്ഷൻ ചെയ്യണതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് വലിയ ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സമയത്ത് അത്ര ഡോപ്പമിൻ റിലീസ് ഉണ്ടാവണില്ല. കാരണം ഇതിന്റെ ഒരു സ്റ്റഡി പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ പോവാണെങ്കിലും അത് എല്ലാവരുടെ അടുത്തും പറയാം, എടാ ഞാൻ നാളെ മുതൽ പഠിക്കാൻ പോവാ, എടാ ഞാൻ നാളെ മുതൽ രാവിലെ നേരത്തെ നിൽക്കും. ഈ പറയുന്ന ടൈമിൽ, ആ ടൈമിൽ ബ്രെയിൻ ഒരു ഡോപ്പമിൻ, ആ ഒരു സുഖം കിട്ടും. പിന്നെ അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തീരുമാനം എടുത്താൽ ചെയ്യുക, ഓൺ ദ സ്പോട്ടിൽ ചെയ്യുക, നാളേക്ക് എന്നുള്ള ഒരു സംഭവം അവിടെ പാടില്ല. അതേപോലെ തന്നെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ചെയ്യണമെന്ന്, പ്രത്യേകിച്ച് ഈ കൊറോണ സമയത്തിന് ശേഷം കൂടുതൽ ആൾക്കാർ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഡീറ്റോക്സുകളാണ്. അതായത് സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കുക, നാളെ മുതൽ ഞാൻ സ്ക്രീൻ ടൈം കുറക്കും,
അതാണ് മിക്ക ട്രെൻഡും, മിക്ക ആൾക്കാരും അതാണ് അപ്പോൾ അവരെ മെയിൻ ഇതായിട്ട് കാണുന്നത്, ഡിജിറ്റൽ ഡീറ്റോക്സ്. ഈ ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറയുമ്പോൾ ഞാനൊരു 2-3 ആഴ്ചയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. നമ്മളെടുത്തൊരു സംഭവമില്ലേ, നമ്മളെടുത്ത ആ സംഭവം അത് പറഞ്ഞ സത്യം എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണ്. അതായത് 2 ദിവസം ക്രേവിങ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആകപ്പാടെ ഒരുമാതിരി പ്രാന്ത് പിടിച്ച അവസ്ഥയായിരിക്കും. അത്രയ്ക്കും ക്രേവിങ് ആണ്, ഫോൺ എടുക്കണം എടുക്കണം എടുക്കണം. പിന്നെ നമ്മളതിൽ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കാൻ തുടങ്ങി, എങ്ങനെയൊക്കെ ഇത് കളയാം എന്നുള്ള സംഭവം. നമ്മളതിൽ കുറേ ബ്ലോക്കേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിൽ ലൂപ്പോഴ്സ് കണ്ടുപിടിച്ച്, കാരണം ശരിക്കും നമ്മളല്ലേ ചെയ്യണത്, ഇത് ബ്രെയിൻ ഇതാക്കിയിട്ട് നമ്മളെ കൂടി ചെയ്യിപ്പിക്കണ പോലെ നമുക്ക് തോന്നും. പിന്നെ ബ്രെയിന് ഹാബിറ്റ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, നമ്മൾ ചെയ്യുന്ന ഒരു ഹാബിറ്റ് അത് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ചില ആൾക്കാർ, ഇപ്പം നമ്മൾ ബിടെക് സ്റ്റുഡൻസ് ആണല്ലോ, ചില ആൾക്കാർ ചെയ്യുന്ന സംഭവമാണ് അക്കാഡമിക് കംബാക്ക് നടത്താൻ നോക്കും പല ആൾക്കാർ, പ്രത്യേകിച്ച് ഒരു 10-15 സപ്ലിയുള്ള ആൾക്കാരൊക്കെ. ഇപ്പം നമ്മളൊരു സുഹൃത്ത്, നമ്മളൊരു കൂട്ടുകാരുണ്ട്, ഇവൻ എന്ന് പറഞ്ഞാൽ ഇവനക്കൊരു 15 സപ്ലി കണ്ടിട്ടുണ്ട്. ഇപ്പം ഇവന് ടീച്ചർമാരോടൊക്കെ വെല്ലുവിളിച്ചിരിക്കുക, ഈ 15 സപ്ലി ഒരു ഒറ്റ സെമ്മിൽ എഴുതി തീർക്കുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സപ്ലിക്ക് രജിസ്റ്റർ ചെയ്ത്, പൈസ എറിഞ്ഞ് എല്ലാ സപ്ലിക്ക് രജിസ്റ്റർ ചെയ്ത്. അതേപോലെ തന്നെ അക്കാഡമിക്സ് ഇപ്പോഴത്തെ ഈ ഒരു സെമ്മിലത്തെ വിഷയം കൂടാതെ 15 സബ്ജക്റ്റും എല്ലാം ഒരുമിച്ച് ഒറ്റയടിക്ക് എഴുതി തീർക്കാനുള്ള പ്ലാനാണ്. ഈ പറഞ്ഞ കൂട്ടനെ കഴിഞ്ഞ ദിവസം കണ്ടൊരു സപ്ലൈ എഴുതിയിട്ട് എടാ പോയടാ പറഞ്ഞ. അപ്പോൾ അതാണ് അവസ്ഥ, എല്ലാവരും ഇങ്ങനെ അക്കാഡമിക് കംബാക്ക്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം കറക്റ്റാണ്. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ 15 സപ്ലി ഒറ്റയടി ക്ലിയർ ചെയ്യുമ്പോൾ ആ ഒരു സംഭവം നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡോപ്പമൈൻ സ്പൈക്ക് ഉണ്ട്. നേരെ മറിച്ച് ആ പഠിച്ച് അത് ചെയ്യുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, ഹാർഡ് വർക്ക് ഉണ്ടല്ലോ, അതിനകത്ത് ഡോപ്പമൈൻ ഇല്ല, റിവാർഡിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ റിവാർഡിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ പ്രൊക്കാസിനേറ്റ് ചെയ്ത് ഇങ്ങനെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ അത് കിട്ടൂല, ആ ഒരു സംഭവം ഉണ്ട്. പിന്നെ സപ്ലിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മൾ ഇത് ത്വരയും കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കൊരു 2-3 സപ്ലിക്കാണെങ്കിൽ നമുക്ക് അക്കാഡമിക് കംബാക്ക് നടത്താൻ കഴിയും. പക്ഷെ നേരെ മറിച്ച് 10-15 സപ്ലിയുള്ള ആളുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ മോട്ടിവേഷൻ പോരാ. ബട്ട് സ്റ്റിൽ അത് വിചാരിച്ചാൽ ചെയ്തെടുക്കാവുന്ന ആൾക്കാരുണ്ട്, ചെയ്തെടുത്ത ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഈ ലാസ്റ്റൊക്കെ ഈ നമ്മളെ കുറേ സീനിയേഴ്സൊക്കെ ഉണ്ട്, ഇവർ ഈ ലാസ്റ്റ് ഈ എല്ലാവരും പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ എഴുതിയെടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു സീരിയസ്നെസ് വരിക, പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് സെമ്മിനോട് അടുക്കുന്ന സമയത്ത്. അത്രയും കാലം വരെ എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു കിട്ടണമെന്നില്ല, പക്ഷെ ലാസ്റ്റ് സെമ്മിൽ ചപ്പർ കുഴപ്പമൊന്നുമല്ല. അപ്പം എന്ത് ചെയ്യുന്നുണ്ടാവും, ബിടെക്കിൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ബിടെക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, വേറെ കാര്യം ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ബിടെക് എടുക്കാൻ വേണ്ടി വിചാരിക്കുക, പ്രത്യേകിച്ച് കേട്ടിൻ്റെ അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് എന്തൊക്കെയാണ് ബിടെക് എടുക്കുന്നതിന് മുമ്പ് അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് എന്താ പറയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പയ്യൻ ഇപ്പോൾ ബിടെക് എടുക്കുമ്പോൾ ഈ എടുക്കുന്നതിൻ്റെ കാരണം എന്താണ്, ബിടെക് പറയുന്നത് എന്താണ്, ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. ആ പ്രൊഫഷണൽ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ അത്രയും ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് മറ്റേ സ്ഥലത്ത് വേണേലും ജോലിക്ക് കയറാം. ഗൂഗിളൊക്കെ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അപ്പം വലിച്ചെടുക്കും ആൾക്കാരെ. ആ ഒരു ഇതിലാണ് ഒരു കുട്ടി ബിടെക് എടുക്കുന്നത്. ബട്ട് ശരിക്കുള്ള ബിടെക് അങ്ങനെയല്ല. കാരണം ഒരു കുട്ടി ബിടെക്കിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് KTUവിൻ്റെ അണ്ടറിൽ വരുമ്പോൾ, ഫസ്റ്റ് ആ ഒരു ആ കോളേജിനെ പറ്റി നന്നായി സ്പെഷ്യലൈസ് ചെയ്യണം. കാരണം അവിടെ എങ്ങനെ പഠിപ്പിക്കുന്ന രീതി പറഞ്ഞാൽ ഇപ്പോൾ KTU പറയുന്ന അനുസരിച്ച് അതേപോലെ പഠിപ്പിക്കുക, ആ രീതി ആയിരിക്കരുത് ഒരു കോളേജ്. ആ കോളേജ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം അവർ ടൈം ടേബിൾ സെറ്റാക്കി, അതേപോലെ നമ്മൾ KTUവിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ പക്ക പ്ലാൻഡ് ആയിരിക്കും, ഈ കുട്ടിക്ക് പഠിക്കാൻ ഇത്ര ടൈം കൊടുക്കണം. KTUവിൻ്റെ ഇത് പോട്ടെ, ആ പറയുന്ന ടൈമിൽ എക്സാമിൽ എഴുതി തീർക്കാം. ഇന്ന ടൈം എന്താ പറയുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം, ഇന്ന ടൈം പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം. അതിൻ്റെ ഒരു കുറച്ച് ഭാഗം മറ്റേ ആവശ്യമുള്ളത് മാത്രം പഠിപ്പിക്കുക, എക്സാം എഴുതുക. അങ്ങനത്തെ ആ ഒരു രീതി ആയിരിക്കണം എടുക്കേണ്ടത്. അല്ലാണ്ട് ഒരു കുട്ടി ജസ്റ്റ് ഒരു ബിടെക് പഠിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് അങ്ങനെ പറഞ്ഞാൽ അതിലോട്ട് പോകുന്ന ആ ഒരു രീതിയോടേക്ക് വലിയ താല്പര്യമില്ല. പിന്നെ അതേപോലെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയണേ. ഈ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറേ സ്കാമുകൾ ഇതിനുള്ളിൽ നടക്കുക. സ്കാമാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ഒരു കേട്ടിയിലൊരു വിദ്യാർത്ഥി വരുന്ന സമയത്ത് വന്ന് കേട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്, നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മളതിന് പാർട്ടായിരുന്നു. നമുക്ക് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ പറഞ്ഞാൽ ഫസ്റ്റ് 2 സെം വരെ എന്ത് ചെയ്യും, നന്നായിട്ട് നമുക്ക് മാർക്കൊക്കെ എടുത്ത് നമ്മൾ നന്നായിട്ട് എടുത്ത് ഇങ്ങനെ ഇതാക്കി എടുക്കും. നമ്മളെ ട്രാപ്പിൽ വീഴ്ത്തും. നമ്മളെടുക്കും ഇതാണ് ഇത്ര ഉള്ളൂ KTU, ഇതാണ് അപ്പോൾ KTU എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് സെം കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഫസ്റ്റത്തെ സെം കഴിയുമ്പോൾ നമ്മളെന്ത് വിചാരിക്കും, ഇത്ര സബ്ജക്റ്റ് ഉള്ളൂ, ഇതൊക്കെ അത് എങ്ങനെ എഴുതിയാലും പാസ്സാക്കുന്ന രീതിയിൽ കുറച്ചുകൂടി ലിബറലാവും വാല്യുവേഷനൊക്കെ ഫസ്റ്റ് 2 സെമ്മിൽ. പക്ഷെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് നമുക്ക് തന്നെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, അതായത് ഫസ്റ്റ് 2 സെമ്മിൽ സപ്ലി പോലും അടിക്കാത്ത ആൾക്കാർ പിന്നെ S3 സമയത്ത് കോർ സബ്ജക്റ്റിൽ മാത്രം സപ്ലി അടിച്ച ആൾക്കാരുണ്ട്. വേറെ ഒന്നിനും സപ്ലി, കോർ സബ്ജക്റ്റിൽ മാത്രം. പിന്നെ എന്ന് പറഞ്ഞാൽ അവർ ആ പഴയ വാല്യുവേഷൻ രീതി എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ സപ്ലി അടിക്കും. കാരണം ഈ S1 S2 പറയുമ്പോൾ
നമ്മൾ പണ്ട് എന്താ പറയാ പ്ലസ് 1 വരെ പഠിച്ച ഒരു ബേസിക്സ് ആണ് ഈ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി. പിന്നെ കോർ ബ്രാഞ്ചസിന്റെ ജസ്റ്റ് ചെറിയ ചെറിയ സംഭവങ്ങൾ ഈ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു പോകും. അപ്പൊ ഈ സംഭവം നീ പറഞ്ഞ പോലെ എക്സാം എഴുതി കഴിഞ്ഞ് വാല്യുവേഷൻ പോകുമ്പോൾ അവര് നമ്മളിതൊരു ട്രസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ എഴുതിയാൽ മതി, സിമ്പിൾ ആണ്, കിട്ടും, പാസ്, അങ്ങനെ പാസ്സാക്കി വിടും ചെയ്യും. ബട്ട് ടെസ്റ്റ് 3 നീ പറഞ്ഞ പോലെ എനിക്ക് കുറെ പേര് അറിയാം, എന്താ പറയുക, S1 S2 ഫുൾ പാസ്, അത്യാവശ്യം നല്ല മാർക്കോട് ജയിച്ച കുറെ പേര് എന്ന് പൊട്ടല് കോർ സബ്ജക്ട് ഫുള്ളും. കാരണം സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമ്മൾ കോറിലോട്ട് കടക്കുന്നത്. ഈ കോറിലോട്ട് കടക്കുമ്പോഴാണ് നമ്മൾ മെയിൻ സബ്ജക്ട് ഉള്ളിലോട്ട് പോകുന്നത്. അന്നേരമാണ് അതിന്റെ ടഫും അതേപോലെ അതിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അപ്ലൈ അറിയാൻ പറ്റുള്ളൂ. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ എന്നോട് സാറ് പറഞ്ഞതാണ്. പക്ഷെ സംഭവം കറക്റ്റാണ്. നമ്മളിപ്പോൾ S1 സാറ് നമുക്ക് തന്നൊരു ഉപദേശമാണ്. പക്ഷെ ഒരു S6-7 ഒക്കെ ആകുമ്പോൾ നമ്മളത് ശരിക്കും റിയലൈസ് ചെയ്യണം. ശരിയാണല്ലോ അയാൾ പറഞ്ഞ ശരിയാണല്ലോ നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പോഴാണ് അയാൾ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ S1 S2 അല്ലെങ്കിൽ ആ ഒരു S4 വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ എപ്പോഴെങ്കിലും നമ്മൾ സപ്ലൈ അടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കോർ സബ്ജക്റ്റിലല്ലാണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ നമ്മളെ സബ്ജക്റ്റിൽ ഒരു ബന്ധമില്ലാത്ത സബ്ജക്റ്റിൽ സപ്ലൈ അടിക്കുകയാണ്. പിന്നെ അത് എഴുതിയെടുക്കുക, അതൊരു മല കയറുന്ന പോലെയാണ്. ആ മല കയറുമ്പോൾ നമുക്ക് കുറേ ഒരു ഭാരം നമ്മൾ ചുമക്കണ പോലെയാണ് അയാൾ പറഞ്ഞത്. കറക്റ്റ് എക്സാമ്പിളാണ്. കാരണം നമ്മൾ പിന്നെ നമുക്കറിയാം ആ ഡേറ്റിൻ്റെ വിഷയം. പിന്നെ നമ്മളിപ്പോൾ S7 അല്ലെങ്കിൽ S8 ആ ഒരു പോയിന്റിൽ എത്തിയിട്ട് നമ്മൾ അതിൻ്റെ എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, S5 S3 S1 അങ്ങനെ ഓരോ ഇതിൻ്റെയും സപ്ലികൾ അതിൻ്റെ ഇടയിൽ നിന്ന് വരും. അപ്പോൾ ഇതും എഴുതണം മറ്റൊരു എഴുതണം, രണ്ടും കൂടി ഡേറ്റ് ഒരുമാതിരി ക്ലാഷ് ആയി കിടക്കും. ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ നാളെയാണ് എക്സാം വിചാരിച്ചു, ഒരു എക്സാം. അന്നേരം എനിക്കൊരു സപ്ലൈ എക്സാം ഇന്ന് വന്നു, രണ്ടും ഒരുമിച്ച്. അതായത് നമുക്ക് അന്നേരം ആ ഒരു ടൈമിൽ ടെൻഷൻ ആയിരിക്കും, ഇതിൽ ഏത് പഠിക്കണം എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് നന്നായിട്ടുണ്ടാവും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അത് പഠിക്കാൻ വിചാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് പോകും, എന്നാൽ ഇത് പിടിക്കാം, അങ്ങനെ ഒരു രണ്ടും ഇല്ലാണ്ടാവും. ഈ സപ്ലി പറയുന്നത് കേൾക്കാനൊരു സുഖമാണ്, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വലിയ സുഖമില്ല. കാരണം അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിടെക് പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം. കാരണം എല്ലാം കൂടി എഴുതിയെടുക്കുക പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ല. ഈ സപ്ലിയുടെ കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ ചില ആൾക്കാർ ഇതൊരു മാസ് പോലെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചില സീനിയേഴ്സൊക്കെ ഉണ്ട്, അവർ എക്സാം എഴുതാൻ വന്നിട്ട് അവർ പാസ് ഔട്ട് ആയ ആൾക്കാരാണ്. അവർ എക്സാം എഴുതാൻ വേണ്ടി വന്നിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും എഴുതാണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു മാസ് പോലെ അവരെ ഇത് പറഞ്ഞാൽ അവരെന്താ സിനിമ സ്റ്റൈലിൽ ദുൽഖർ സൽമാൻ നടക്കണമായിരിക്കും നടന്നു പോവാണ്. പക്ഷെ അവരെ ജീവിതമാണ് ഈ പോണത്. അവർ കൊടുത്ത പൈസയാണ് വെള്ളത്തിലാണത്. പിന്നെ വേറൊരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ബിടെക് കഴിഞ്ഞ് എന്തെങ്കിലും ജോലിയോട് അവര് ഇതായി വിചാരിച്ചോ, എന്തെങ്കിലും ചെറിയ ജോലി കിട്ടി വിചാരിച്ചോ, പിന്നെ ഒരു ചിന്ത മാറി തുടങ്ങും. ഉറപ്പുള്ള കാര്യമാണ്, അതായത് ഇനിയിപ്പോൾ എന്തെങ്കിലും സപ്ലൈ ജോലി ഉണ്ടല്ലോ, ആ രീതിയിൽ മാറും അവര്. പക്ഷെ എന്നാലും സപ്ലൈ ചെയ്താൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത് പൈസയും കൊടുത്ത് സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് 5 മിനിറ്റിൽ 10 മിനിറ്റിൽ എക്സാം എഴുതി നടന്നു പോകുക പറയുമ്പോൾ അതൊന്ന് മാസമല്ലേ ഇരിക്കും പറഞ്ഞാൽ. പക്ഷെ ഒരു മാസം പോലെ അവരത് ചെയ്യണത്. പിന്നെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന മെയിനും വേറെ വിഷയം എന്ന് പറഞ്ഞാൽ KT അണ്ടറിൽ പറഞ്ഞാൽ KT അണ്ടറിലല്ല മിക്ക ഇതിൻ്റെ അണ്ടറിൽ അങ്ങനെ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ വിചാരിക്കണോ KT ബിടെക് പഠിച്ചിട്ട് നമുക്ക് വലിയൊരു ജോലി നേടാം, അല്ലെങ്കിൽ നമുക്ക് കുറേ സ്കില്ലൊക്കെ കയറി പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ കയറും. പക്ഷെ കയറി കഴിഞ്ഞിട്ടാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത് പറയാമോ നമ്മൾ അക്കാഡമിക്സ് ഫോക്കസ് ചെയ്യുന്ന ആദ്യം പറയും. നമ്മൾ അക്കാഡമിക്സ് ഫോക്കസ് ചെയ്യും, എക്സ്ട്രാ ആയിട്ടുള്ള സ്കിൽസിൽ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ ഒരാൾ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചോ, അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അതും കിട്ടൂല ഇതും കിട്ടൂല എന്നുള്ള അവസ്ഥ ആവും. അക്കാഡമിക് സ്കിൽസും ഇല്ല ഇതുമില്ല. അതിനായൊരു ടൈം അതൊരിക്കലും അവർ 1 മാസം എന്ന് പറഞ്ഞ ഇന്റേൺഷിപ്പ് തരുന്നുണ്ട്. എന്തിനാ അത്? 1 മാസത്തിൽ ഇന്റേൺഷിപ്പ് പറഞ്ഞാൽ പല ആൾക്കാരും നമുക്ക് ചിരിക്കരുത്. 1 മാസത്തിൽ ഇന്റേൺഷിപ്പോ ഒരിക്കലും പോസിബിൾ. 1 മാസം കൊണ്ട് ഒരിക്കലും ആ ഒരു സ്കിൽ ഇന്റേൺഷിപ്പ് പറഞ്ഞാൽ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മളൊരു കമ്പനിയുടെ അണ്ടറിൽ വർക്ക് ചെയ്ത് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് പൈസ സ്റ്റൈഫണ്ട് ഇങ്ങോട്ട് കിട്ടണം. അതായത് നമ്മൾ ജോലി ചെയ്യല്ലേ, അവിടെ പഠിച്ചത് ചെയ്യുമല്ലേ. അതാണ് ശരിക്കുള്ള ഇന്റേൺഷിപ്പ്. അത് ഇതിപ്പോ എന്താ പൈസ കൊടുക്കുന്ന ഇന്റേൺഷിപ്പ് വാങ്ങണാണ് ഇന്റേൺഷിപ്പ് അല്ല, നമ്മൾ പൈസ കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന പരിപാടി. പിന്നെ അതേപോലെ 6 മാസം നമ്മൾ മുമ്പ് പറഞ്ഞത് 6 മാസം സപ്ലിയുടെ മറ്റേ സെമ്മിൻ്റെ സ്കാമർ. 6 മാസം സെമ്മുണ്ടെന്ന് വിചാരിക്കും. 6 മാസം ഈ 6 മാസം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും, 1 മാസം നമുക്ക് പഠിക്കാം, ബാക്കിയുള്ള മാസം മൊത്തം നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ച് പോവും. പക്ഷേ നമ്മൾ ഇതേ സെയിം ട്രാപ്പിൽ തന്നെ പിന്നെ വന്ന് വീഴും. അതായത് നമ്മൾ S1 വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെയല്ല ഈ എന്താണ് ഡേറ്റ് പോകണമെന്ന് വിചാരിച്ചിട്ട് S2 നമ്മൾ പ്ലാൻ ചെയ്യും. S2 നമ്മൾ മുമ്പിൽ പോകും, S3 മുമ്പിൽ പോകും, S4 മുമ്പിൽ പോകും, S5 മുമ്പിൽ, S6 വന്ന് നിൽക്കണം. 4 വർഷം പോയി അത്ര തന്നെ. എല്ലാം അത് 4 വർഷം ഇങ്ങനെ തന്നെ ആവും. കാരണം നമുക്ക് എത്രയൊക്കെ പ്ലാൻ ചെയ്താലും നടക്കൂല. നമ്മൾ 6 മാസം ഒറ്റയടിക്ക് പോകും. ഒറ്റയടിക്ക് പറഞ്ഞാൽ നമ്മളെന്ന് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ ആദ്യം സീരീസ് വരും, സീരീസ് 1 വരും, അത് കഴിഞ്ഞാൽ സീരീസ് 2 വരും. സീരീസ് 1നും സീരീസ് 2ൻ്റെ ഇടയ്ക്ക് പറഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. ഒറ്റയടിക്ക് പോയ പോലെ ഫീൽ ചെയ്യും. സീരീസ് 2 കഴിഞ്ഞാൽ മോഡൽ തുടങ്ങും.
മോഡൽ തുടങ്ങിയിട്ട് മോഡലാണ് കഴിഞ്ഞത് മറ്റേ ഇന്റേണൽ ലാബ് എക്സാം തുടങ്ങും. ഇന്റേണൽ ലാബ് എക്സാം ഒന്ന് ഇതായി വരുമ്പോഴത്തേന് അപ്പോഴത്തേന് മെയിൻ എക്സാമും തുടങ്ങി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇന്ന് വന്ന ഹോസ്റ്റലിൽ കയറിയ ഇന്നലെ വന്ന ഈ ഹോസ്റ്റലിൽ കയറിയ ഒരു ഓർമ്മയാണ് ഇപ്പോഴും എനിക്ക്. അത്ര പെടുന്ന സമയം എനിക്കൊന്നും ഓർമ്മ. ഇപ്പൊ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഫോർത്ത് ഇയർ ആയി. നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സൂപ്പർ സീനിയേഴ്സിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒറ്റടിക്ക് ഇതായ പോലെ റൂമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ മറ്റേ ആ റൂമിൽ നിന്ന് ഈ റൂമിലേക്കായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇന്നലെ നടന്ന പോലെ, ഈ പറഞ്ഞ പോലെ ഇന്നലെ നടന്ന പോലെ ഇത്രയും അടുത്തെത്തിയ പോലെ. പിന്നെ നാളെ നമ്മൾ ഡിസ്കസ് ചെയ്ത് സംഭവം, അതായത് സപ്ലിയുടെ റീവാലുവേഷൻ്റെ പൈസ കണക്ക്. സപ്ലിയുടെ പൈസ പറഞ്ഞാൽ 210, റീവാലുവേഷൻ്റെ പൈസ പറഞ്ഞാൽ 630. 3 സപ്ലി തരുന്നതിൻ്റെ പൈസ, ഒരു റീവാലുവേഷൻ്റെ പൈസ. ഇപ്പൊ പുതിയൊരു സ്കീം വന്നിട്ട് നീ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഇപ്പൊ അവര് സൂപ്പർ ഫൈൻ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടു. അതായത് അവരൊരു ഡേറ്റ് പറയും. ആ ഡേറ്റിന്റെ ഉള്ളിൽ ഇപ്പൊ സപ്ലി ആയിക്കോട്ടെ, എന്ത് രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, ആ ഡേറ്റിന്റെ ഉള്ളിൽ ചെയ്യണമെന്നാണ്. ആ ഡേറ്റ് കഴിഞ്ഞാൽ അവർക്ക് എത്ര വേണേലും ചെയ്യാം. സൂപ്പർ ഫൈൻ 110 രൂപ. അതായത് ഒരു 210 പ്ലസ് 110 അത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്താ പറയാ, ഡേറ്റ് കഴിഞ്ഞ ശേഷം സപ്ലി രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതൊന്നും കുറക്കാറുന്ന അവർ, കാരണം അവരെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. പ്രത്യേകിച്ച് റീവാലുവേഷൻ ഡേറ്റ് അവരിങ്ങനെ വലിച്ചു നീട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ സപ്ലിക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവിടെ. പിന്നെ ഇതൊരു സ്കീം പറയുമ്പോൾ ഇവരിപ്പോ ഒരു എന്താ പറയുക, സപ്ലി രജിസ്ട്രേഷൻ കൊണ്ടുവരുമല്ലോ, കൊണ്ടുവരുന്ന ടൈമിൽ തന്നെ ആ ടൈം ടേബിൾ അപ്പൊ പബ്ലിഷ് ചെയ്യണം. നീ ഇത് ആലോചിക്കുക, നമ്മൾ സപ്ലി രജിസ്റ്റർ എഴുതിയെടുക്കാൻ വിചാരിക്കും, ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാവും നമ്മുടെ സെം എക്സാമും സപ്ലി ഒരുമിച്ച് വരും. അങ്ങനെ ഒരു ഇത് വന്ന ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. കാരണം അത് ഒഴിവാക്കണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ സപ്ലി ഇതൊക്കെ ഇടുമ്പോൾ ടൈം ടേബിൾ അപ്പൊ തന്നെ പബ്ലിഷ്, അന്നേരം നമുക്ക് ആ പ്ലാനിങ് അപ്പൊ തന്നെ ചെയ്യാൻ പറ്റും. ഇവർ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ഒരു 6 സെമ്മിൾ സാധനം 3 സെം ആക്കണതാണ്. കാരണം ബാക്കിയുള്ള 3 മാസം വരെക്ക് ഇങ്ങനെ ഇതുപോലെ എക്സാമ്പിൾ സപ്ലിയുടെ എക്സാമും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ആക്കാന്നുള്ള അവർ പറയുന്നത്. അപ്പോഴല്ലല്ലോ വരുന്നത്, അല്ല ഇതിന്റെ ഇടയിൽ കൂടെ കുത്തി കയറ്റുമല്ലേ. ആകപ്പാട് 2 ദിവസം പഠിക്കാൻ ലീവ് കിട്ടുള്ളൂ, അതിൻ്റെ 1 ദിവസം സപ്ലിക്കും പോകും. ആണേ. പിന്നെ ഇവർ വേറെ ചെയ്യുന്ന പരിപാടി പറഞ്ഞാൽ ഈ ടഫുള്ള സബ്ജക്റ്റിനൊക്കെ കുറച്ച് ലീവ് തരുള്ളൂ, എളുപ്പമുള്ള സബ്ജക്റ്റിനൊക്കെ 4 ദിവസം. ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എഴുതാൻ 4 ദിവസം ലീവ് എന്തിന്? അതാണ് അവസ്ഥ. ബാക്കിയുള്ള സബ്ജക്റ്റിനൊക്കെ 1-2 ദിവസമൊക്കെ വെച്ചിട്ട് കിട്ടുന്നത്. പിന്നെ വേറെ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഒറ്റ മൈൻഡ്. എന്ത് നമ്മളിപ്പോൾ ഒറ്റ മൈൻഡ്. ഇപ്പൊ എന്തിനാ നമ്മൾ പോകുമ്പോൾ ഒറ്റ മൈൻഡ്. ഇപ്പൊ നമ്മൾ മന്തി അടിക്കാൻ പോകണം, ഒറ്റ മൈൻഡ് പോയി പൈസ ഒന്നും നോക്കൂല. അതൊരു ട്രെൻഡ് പോലെ ഒറ്റ മൈൻഡ്. പൈസ ചിലവരൊക്കെ പൈസ അവിടെ തിരുത്തി ആലോചിക്കുക, ഈ പൈസ ഇപ്പം എന്ത് ചെയ്യാം, വിളിക്കുക, ഒറ്റ മൈൻഡ് അവിടെ തീരുമാനിക്കുക. അതേപോലെ ചില ആൾക്കാർ മറ്റേ ഇൻസ്റ്റയിലൊക്കെ റീൽസിൽ കാണാം, ചില ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങണ ഒറ്റ മൈൻഡ്, വണ്ടി പോലും ഇല്ല, ലിഫ്റ്റ് അടിച്ച് പോകണ, കടയിലെത്തിയിട്ട് അവിടുന്ന് വിളിച്ചു തുടങ്ങണത് ആൾക്കാരെ പൈസ ഉണ്ടോ വെച്ചിട്ട്. അത്രയും ഒരു സംഭവം ഒറ്റ മൈൻഡ് പറഞ്ഞൊരു സുഖമാണ്. ചില നമ്മളെ ഹോസ്റ്റലൊന്നും പരിപാടി ഇല്ല. ചില ആൾക്കാർ 12 മണിക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങും ഒറ്റ മൈൻഡ് പറഞ്ഞിട്ട്, ഹോസ്റ്റലിൽ ചാടിയിട്ടൊക്കെ ഇറങ്ങിയിട്ട്. പക്ഷെ അതൊരു ട്രെൻഡായി. പിന്നെ വേറെ സംഭവം ഇപ്പോൾ ഒറ്റ മൈൻഡ് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ മുടി വെട്ടാൻ പോയി വിചാരിച്ചോ, അവിടെ വരുന്ന സംഭവമാണ് ബംഗാളികളായിട്ടുള്ള ബാർബർമാർ. ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഇങ്ങനെ വണ്ടി ഹെൽമെറ്റ് ഇട്ട് ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ടൈമിൽ തല ഭയങ്കരമായിട്ട് ചൊറിയുന്നു, ഭയങ്കര മുടിയാണ്, ഭയങ്കര ഇറിറ്റേഷൻ. ഒറ്റ മൈൻഡ് മുടി വെട്ടാൻ അമ്മയെ വിളിച്ചു, അമ്മ പൈസ അയക്കി പറഞ്ഞു, പൈസ അയച്ച് മുടി വെട്ടാൻ പോയി. അയാൾക്ക് ഞാൻ മറ്റേ എന്താ പറയാ ബസ് കട്ട് അടിക്കണം പറഞ്ഞു, ഫോട്ടോ കാണിച്ചു കൊടുത്ത അയാൾക്ക്. ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്ത അയാൾ കണ്ട് ഓക്കെ പറഞ്ഞ് വെട്ടിക്കഴിഞ്ഞ് മുമ്പി ആ ഫോട്ടോ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇയാൾ ഇങ്ങനെ ഒരു സ്റ്റമ്പ് മാത്രം ഇട്ട് സൂപ്പർന്ന് ഒരുമാതിരി വൃത്തി. നമ്മൾ പറയുന്നതാണെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല, അത് വേറൊരു കാര്യം. ഇപ്പൊ ഈ വെട്ടം മൂന്ന് എല്ലാവർക്കും ഹിന്ദി അറിയണമെന്നില്ലല്ലോ, ഒരുമാതിരി ചളിയാക്കി വെട്ടി തന്നു. അതേപോലെ തന്നെ ഞാൻ പോയപ്പോഴും ഞാൻ അയാളോട് ചോദിച്ചു എന്താ വെട്ടിൻ്റെ ചോദിച്ചു, അങ്ങനെ ചോട്ടാക്ക് വെറുതെ പറഞ്ഞത്. അയാൾക്ക് മനസ്സിലായി ചോട്ട പറയുമ്പോൾ ഇപ്പം എങ്ങനെ ചോട്ട, അപ്പം ഏത് മോഡലാണ്. അപ്പം എനിക്ക് മനസ്സിലായി അയാൾക്ക് ഒന്നും അറിയില്ല മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും എന്തൊക്കെ എനിക്ക് അറിയാമെന്ന് ചോദിച്ചു. അവിടെ പോലീസ് കട്ട്, പോലീസ് കട്ട് എന്തെങ്കിലും ചെയ്താൽ പോലീസ് കട്ട് നമുക്ക് ചെറുപ്പത്തിൽ ഓർമ്മയുള്ള പോലീസ് കട്ടാ. ഇയാളെ കണ്ട് കുറക്കൽ തുടങ്ങി, കുറച്ച് വരെ എന്താ പറയുക, ഈ മറ്റേ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന അവസ്ഥയില്ലേ, ആ അവസ്ഥയിൽ തൊട്ടടുത്ത് എത്തിച്ച്. അപ്പം തന്നെ അപ്പോഴാണ് മറ്റേ എൻ്റെ കൂടെ വന്ന് ഒരുത്തുണ്ടായിരുന്നത്. അവൻ കണ്ടടാ മധുര പറഞ്ഞോട്. കാരണം നമുക്കൊരു സംഭവം ഉണ്ട്, നമ്മൾ ബാബർ ഷോപ്പിൽ മറ്റേ ഇയാൾ വെട്ടുമ്പോൾ നമുക്ക് പറയാൻ തോന്നൂല, നിർത്താൻ പറയാൻ തോന്നൂല, നമുക്ക് പറ്റില്ല. നമ്മളെന്തോ ഒരു സംഭവം ഉണ്ട്, എന്താണെന്ന് മനസ്സിലാവില്ല. നമുക്ക് മുടി ഇനിയും കുറഞ്ഞാൽ കൊള്ളാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മളുണ്ടാവുക ചിലപ്പോ. നമുക്ക് പറയാൻ തോന്നില്ല, നമ്മളിങ്ങനെ എങ്ങനെ ഇരുന്ന് പോയി. കാരണം എനിക്കത്ര കുറക്കണമെന്നില്ല, ഇയാൾ കുറച്ചുകൊണ്ടിരിക്കുക. ശരി, ഇവൻ പറഞ്ഞപ്പോൾ അയാൾക്ക് എന്തോ തോന്നിയിട്ട് അയാൾ നിർത്തി, എതിരായ പരിപാടി വെച്ചു. പിന്നെ ഈ ഒരു ബംഗാളികളുടെ മെയിൻ പ്രശ്നം എന്താണെന്നറിയാം, ഇവർക്ക് ഹിന്ദി അറിയൂല മുഴുവൻ.
നന്നായിട്ട് ഹിന്ദി അറിയൂല, എന്നാൽ മലയാളം അറിയൂല. ആ ഒരു രണ്ടും ഒരു കെട്ട ബംഗാളികളല്ല, അവസ്ഥയാണ്. അവര് വേറെ ഏതൊക്കെ ബീഹാർ ഏതൊക്കെ സംഭവം തോന്നുന്നു. ആ ഒരു നമ്മള് ഹിന്ദി പറയും ചോട്ട, ഏ ചോട്ട, ആൾക്കാർ എന്താന്ന് പോലും അറിയില്ല പലർക്കും. ഒരുമാതിരി ആയിട്ട് നിൽക്കാറ്. പിന്നെ വേറെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ മറ്റേ ഒറ്റമൈന ട്രെൻഡ് പറഞ്ഞപ്പോൾ വേറെ ട്രെൻഡ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ. ഇപ്പോൾ കുറേ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് പെൺകുട്ടികളെ ഫോട്ടോ എടുക്കുക. അതിലത്തെ മെയിൻ സംഭവം പറഞ്ഞ ആൺകുട്ടികളുടെ എടുക്കൂല, പെൺകുട്ടികളുടെ മാത്രമേ എടുക്കുള്ളൂ. അത് എങ്ങനെയായിരിക്കും? പേരെന്താ ചോദിക്കും, പേര് പറയും. ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഒരാളാണ്. അതായത് ജസ്റ്റ് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തോട്ടെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ചോദിക്കും. ആസ് യൂഷ്വൽ ഇല്ല പറയും, ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യും. കാരണം ഇതിന്റെ ഒരു മെയിൻ കാരണം എന്താ, അതായത് ഇതിട്ടാലേ റീച്ച് കയറുള്ളൂ. അതാണ്. പക്ഷെ ഞാൻ ആലോചിക്കണമെന്നില്ലടാ, ഞാൻ ആലോചിക്കണം, എനിക്ക് ശരിക്കും തോന്നി, എനിക്ക് ശരിക്കും ഫീലാവും. കാരണം ഇവർ ഈ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പോണ സമയത്ത് ഇവരെ കൂടെ മിക്ക സമയത്ത് ഒരു വേറൊരു പെൺകുട്ടി ഉണ്ടാവും. ഞാൻ മിക്കപ്പോഴും ശ്രദ്ധിക്കുന്ന സംഭവമാണ്. അതായത് ആ ഒരു പെൺകുട്ടിയുടെ പേഴ്സ്പെക്റ്റീവ് ഞാൻ ചിന്തിക്കും. അതായത് ഒരാൾ ഇതുപോലെ ഇപ്പോൾ ഈയും വേറൊരു ആളോട് നടന്നു പോയി വിചാരിച്ചോ, ഈ ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ വന്നിട്ട് എൻ്റെ അടുത്തൊന്ന് പറയാം, അല്ല എൻ്റെ കൂടെയുള്ള പെൺകുട്ടിയോട് പറയാം, എൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ, നല്ല കാണാനുള്ള ഭംഗിയുണ്ട്, അപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുത്തോട്ടെ. അപ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ എന്നിട്ട് ഈ മാറി നിൽക്കണോ, ഈ മാറി നിന്നിട്ട് ഇവർ ഫോട്ടോ എടുക്കണമെന്ന് കണ്ടിട്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു അവസ്ഥ എന്താവും? എൻ്റെ ആ ഒരു കോൺഫിഡൻസും എൻ്റെ എല്ലാതും ഇല്ലാണ്ടായില്ല അവിടെ. രണ്ട് പെൺകുട്ടികൾ നീ ഉദ്ദേശിച്ചില്ലേ, രണ്ട് പെൺകുട്ടികളുടെ അടുത്ത് ഒരു പെൺകുട്ടിയോടെ അയാൾ ചോദിക്കണം, അത് അത്രയ്ക്കും ഭംഗിയുള്ള പെൺകുട്ടി. അതായത് ബേസിക്കലി മറ്റേ പെൺകുട്ടി ഒന്ന് ഡള്ളാവും, അവളുടെ എടുക്കുന്നില്ല, ഇവളുടെയാണ് എടുക്കുന്നത്. അത്രയും ഒരുമാതിരി ആവൂലത്. ഞാൻ ആലോചിക്കും, മിക്ക കേസുകളിലും അങ്ങനെ തന്നെയാണ്. ഒരു 3 പെൺകുട്ടികൾ നടന്നുകൊണ്ട് അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ നടന്നുകൊണ്ടാവും. അതിൽ ഏറ്റവും ഭംഗിയുള്ള പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് അപ്രോച്ച് ചെയ്യും, മറ്റ് 2 പെൺകുട്ടികളും. പിന്നെ ഫ്രെയിമിലേ ഇല്ല, 2 പെൺകുട്ടികളും ഇല്ല. പിന്നെ ലാസ്റ്റ് ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ ലാസ്റ്റ് എന്നിട്ട് എല്ലാം കഴിഞ്ഞാൽ മറ്റേ ഈ പെൺകുട്ടി ഫോട്ടോ എടുത്ത് പോയിട്ട് ഭയങ്കര ചിരിച്ച് കളിച്ചിട്ട് നിൽക്കുന്നു. പക്ഷേ ബാക്കി 2 പെൺകുട്ടികളും ഡള്ളായിട്ട് നടന്നു പോകുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അത് ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വലിയൊരു സംഭവമാണ്. പിന്നെ ഇപ്പം അടുത്ത് പുറത്തുനിന്നൊരു വിവരമാണ്, ആസ്ട്രേലിയയിൽ കുട്ടികൾക്ക് മൊബൈലിൻ്റെ യൂസേജ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേക്കുള്ള എൻട്രൻസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് യൂസേജ് അവർ കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റ് ചെയ്ത്, പ്രത്യേകിച്ച് 16 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക്. ശരിക്കും ഇന്ത്യയിലും കൊണ്ടുവരുന്ന ആ സാധനം സത്യം പറയാലോ. കാരണം ഇപ്പോ എന്താണ്, ഇപ്പൊ ഒരു പുതിയ പാട്ടുണ്ട്, മറ്റേ പുഷ്പത്തെ മറ്റൊരു പാട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഫോൺ തുറന്നപ്പോ ചെറിയ കുട്ടികൾ ആ പാട്ട് കളിച്ച് റീലിടുന്നു. അതാണ് അവസ്ഥ ഇപ്പോഴത്തെ. അപ്പോ ഓസ്ട്രേലിയയിൽ അങ്ങനെ ഒരു കാര്യം വന്നു പറഞ്ഞാൽ അത്രയും നല്ലൊരു തീരുമാനമാണ് അവിടെ എടുത്തിരിക്കുന്നത്. കാരണം ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സംഭവം ബേസിക്കലി സെർച്ച് ചെയ്ത് വിചാരിച്ചു, അതായത് നമ്മളിപ്പോ ആക്ച്വലി നമ്മൾ ഡിപ്രസ്ഡ് ആണ് വിചാരിച്ചോ, ഇപ്പൊ ഡിപ്രസ്ഡ് ആയതിന്റെ എന്തെങ്കിലും റീൽ വന്ന് വിചാരിച്ചാൽ ഇനി ആ റീൽ തന്നെ വരുള്ളൂ. അതായത് നീ പോയി ചാവ് എന്ന് പറയുന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാം നമ്മളെ കൊണ്ടെത്തിക്കും. അതാണ് മെയിൻ സംഭവം. നമ്മളതിനൊരു എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ അക്കൗണ്ടിൽ തന്നെ, നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുന്ന നമ്മളെ അക്കൗണ്ടിൽ തന്നെ എന്ത് ചെയ്ത് ഇതേപോലെ കുറച്ച് ഡിപ്രസിംഗ് ആയിട്ടുള്ള കുറച്ച് റീൽ ലൈക്ക് പോലും ചെയ്തിട്ടില്ല. കുറച്ച് നേരം ഒന്ന് കണ്ടുനോക്കി, കുറച്ച് വാച്ച് ടൈം ലൈക്ക് പോലും ചെയ്തിട്ടില്ല, ജസ്റ്റ് കുറച്ച് നേരം കണ്ടുനോക്കി. കണ്ടിട്ട് 3-4 റീൽസ് സ്ക്രോൾ ചെയ്തു. പിന്നെ മരിക്കണത് മാത്രം, മരിക്കുക, നിങ്ങൾ ഈ ജീവിതം മടുത്തില്ലേ, നിങ്ങൾക്കൊന്ന് മരിച്ചുകൂടാ, മരണം എത്ര സുന്ദരമാണ്, എത്ര മാധുര്യമുള്ളത്, അങ്ങനെ മരണത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ള റീൽസും കംപ്ലീറ്റ് മരണം. ഹിന്ദിയിൽ, മലയാളത്തിൽ, പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ, എല്ലാ ഭാഷയിലും മരണത്തെ. അതേപോലെ തന്നെ ഈ ചില സിനിമകളുണ്ട് ആക്സിഡൻറ്റിൻ്റെ വീഡിയോസ്. ചില സിനിമകളിൽ ഇങ്ങനെ മോം ഐ ആം ലീവിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഡയലോഗുകളുണ്ട്. ആ ഡയലോഗുകൾ പറഞ്ഞിട്ട് ആക്സിഡൻറ്റിൽ പെടുന്ന കുറേ സീനുകളുണ്ട്. അതായത് കരുതി കൂട്ടിയിട്ട് ആക്സിഡൻറ്റിൽ പെടുന്നത്. ആ സീനുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഒരു പാട്ടും കുത്തി കയറ്റിയിട്ട് അത് കണ്ടൊരാൾ, ഡിപ്രസ്ഡ് ആയ ഒരാൾ, ജീവിതത്തിൽ മുന്നിലൊന്നും ഇല്ലാത്തൊരാൾ, ജീവിതത്തിൽ ഇനി ഒരു ലക്ഷ്യമില്ല, ഒന്നുമില്ല, ഇനി മരണം മാത്രം, അല്ല ആ ഒരു സ്റ്റേജിൽ നിന്നിട്ടുള്ള ഒരാൾ റീൽ വായിക്കുമ്പോൾ ശരിക്കും അയാൾക്ക് എന്താ കിട്ടേണ്ടത്? മോട്ടിവേഷൻ, ജീവിക്കാനുള്ള ഒരു ഇതെല്ലാം കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ റീൽസ് കൊടുക്കുന്നത് എന്താണ്? ശരിക്കും ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു അൽഗോരിതം ഇങ്ങനെയാണ് എത്ര ബെറ്റർ ആയിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഒരു ഡിപ്രസ്ഡ് ആയ ആൾ ഇങ്ങനെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിന് ബേസിക്കലി നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഡിപ്രസ്ഡ് ആയ വീഡിയോസ് വീണ്ടും പിന്നെയും തരുന്നത്. അതിന് പകരം മോട്ടിവേഷനുള്ള വീഡിയോസ് എന്നാ എത്ര ബെറ്റർ ആയിരിക്കും ആ ഒരു അൽഗോരിതം. പക്ഷെ അതിന് പകരം ഡിപ്രസ്ഡ് ആയ 2 വീഡിയോ എടുത്താൽ അവൻ ഡിപ്രസ്ഡാ, അവൻ ചത്തോട്ടെ എന്ന രീതിയിൽ അതന്നെ പറഞ്ഞ ആ രീതിയിലുള്ള റീൽസ് തന്നെ വന്നുകൊണ്ടിരിക്കും. ലിമിറ്റില്ല, നിൽക്കണില്ല അത്. അതിൽ പറഞ്ഞതാണ്. അതായത് ഞാൻ എന്നിട്ട് ആ വീഡിയോയിൽ, അതായത് ഞാനത് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വീഡിയോ എടുത്തതിൽ കംപ്ലീറ്റ് വീഡിയോ ഒരു 10, ഞാൻ എന്നിട്ട് കുറേ സ്വൈപ്പ് ചെയ്ത്, വെറുതെ ബ്ലൈൻഡ് കുറേ സ്വൈപ്പ് ചെയ്ത് എന്നിട്ട് കുറേ അടിക്കാതിരി പിന്നെ എടുത്തു നോക്കി. പിന്നെ ഇപ്പോൾ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഇത് റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളായിട്ട് ഈ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ
ഒന്ന് പറഞ്ഞാൽ സൈബർ ബുള്ളിങ്. ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ പെൺകുട്ടികൾ ഇതേപോലെ ഈ സംഭവം കാണിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ആൾക്കാർ സൈബർ ബുള്ളി ചെയ്യും. മിക്ക ആൾക്കാർ സൈബർ ബുള്ളി ചെയ്യും. അത് ചെയ്യുമ്പോൾ ഈ പെൺകുട്ടികൾ എങ്ങനെ എടുക്കാന്ന് അറിയില്ല. കാരണം പെൺകുട്ടികൾ പറയുമ്പോൾ ചെറിയ മൈൻഡാണ്, ചെറിയ കുട്ടികളാണ്, അവരെങ്ങനെ അത് എടുക്കാന്ന് അറിയില്ല. പിന്നെ ഈ ഒരു റെസ്ട്രിക്ഷനെ കുറിച്ച് കൂടുതൽ ഡീപ്പായി പറയുകയാണെങ്കിൽ അതായത് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യം ഇതുപോലെ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത്. ലോകത്തിൽ ആദ്യമായിട്ടാണ് അതും സാധാരണ രാജ്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നിയമങ്ങളാണ്. അതായത് 16 വയസ്സിന് ആൾക്കാർ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ നിയമങ്ങൾ. പക്ഷേ ഇത് അങ്ങനെയല്ല, അത് അത്ര കർശനമായിട്ടുള്ള നിയമമാണ്. അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്ന വെച്ചിട്ടാണ്, അതായത് ബയോമെട്രിക്സ്, അതേപോലെ തന്നെ ഗവൺമെൻറ് IDs, ഈ രണ്ട് സംഭവങ്ങൾ യൂസ് ചെയ്ത് മാത്രമാണ് ഒരു കുട്ടിക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ പേരൻസിനെ കൺസേൺ ഉണ്ടെങ്കിൽ പോലും യൂസ് ചെയ്യാൻ പറ്റില്ല. മറ്റടുത്ത് പറഞ്ഞാൽ പേരൻസിൻ്റെ ഒരു ഓവർസൈറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ ഇതിൽ പറയണമെന്ന് പറഞ്ഞാൽ 13 വയസ്സിന് താഴെയുള്ള ആൾക്കാർ യൂസ് ചെയ്യാൻ പറ്റില്ല. 13 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പേരൻസിൻ്റെ ഓവർസൈറ്റോടുകൂടി യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലങ്ങനെ പറ്റില്ല. 16 വയസ്സിന് താഴെയുള്ള ഒരാൾക്കും പേരൻസിന് സമ്മതം എന്തുണ്ടെങ്കിലും കാര്യമില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞാൽ ലൂപ്പ് ഹോൾ കംപ്ലീറ്റ് ഇവർ അടച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ സോഷ്യൽ മീഡിയക്കും ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, നിങ്ങളിത് കംപ്ലീറ്റ് ഇതേപോലെ ഈ ഗവൺമെൻറ് ID ഇതൊക്കെ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുന്ന രീതിയിലാക്കി എടുക്കണം എല്ലാ ഇതും ആപ്ലിക്കേഷൻസും. ഇല്ലെങ്കിൽ അവർ പറയണമെന്ന് പറഞ്ഞാൽ $33 മില്യൺ അവർ ഫൈനായിട്ട് അടക്കേണ്ടി വരും. അതായത് ഏകദേശം 273 കോടി രൂപ അവർ ഫൈനായിട്ട് കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അത് ഇതിനായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിച്ചിട്ടില്ലെങ്കിൽ. ഞാൻ പറയുവാണെങ്കിൽ ഈ 16 എന്നുള്ളത് കുറഞ്ഞു പോയെന്നേ ഞാൻ പറയുള്ളൂ. സത്യം പറയില്ല, 16 ഭയങ്കര കുറവാന്നേ ഞാൻ പറയുള്ളൂ. ഇതൊരു 18 ഇരുപതാക്കി അത്രയും ബെറ്റർ. ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വേറെ കാര്യം പറയാം. ഇതൊരു കൂട്ടുകാരുണ്ട്, അവന്റെ ഫോണില് അതായത് അത് യൂസ് ചെയ്യലൊന്നുമില്ല അധികം. മറ്റേ സെർച്ച് ബാറിന്റെ അവിടുത്തെ ഫുള്ള് തുണ്ട് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ്. ഇത് സ്വൈപ്പ് ഇതിൽ മാറും. നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്താൽ പിന്നെയും വന്നുകൊണ്ടിരിക്കുക. നീ ഇത് ആലോചിച്ച് നോക്ക്, ആ ഫോൺ അതിന്റെ വീട്ടിൽ തന്നെ അമ്മയും അച്ഛനും എടുത്ത് നോക്കി, മോന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്താ തുണ്ട്. അതാണ് അവസ്ഥ. അത് പറയുമ്പോൾ വേറെ സംഭവം പറഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഒരു തുണ്ടിലേക്ക് ഒരു ഗേറ്റ് വേ ആയി മാറിയിട്ടുണ്ടെന്ന് എല്ലാവരും മിക്ക ആൾക്കാരും പറയുന്നത്. തുണ്ടിലേക്കുള്ള ഒരു ഗേറ്റ് വേ പോലെ, ഫോണിലേക്കുള്ള ഗേറ്റ് വേ പോലെ. അതായത് ഇപ്പോൾ ഒരാൾ തുണ്ട് കാണണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുക, അതായത് തുണ്ട് നിർത്താം മതി വിചാരിച്ചിരിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ 2 സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തുണ്ടല്ലേ വരുന്നത്, പക്ഷെ അതിലോട്ടുള്ള ടെംപ്റ്റേഷനുള്ള സംഭവങ്ങളാണ് വരുന്നത്. അതായത് ഒരു വാക്ക് പറയും തേഴ്സ്റ്റ് ട്രാപ്സ് എന്ന സംഭവം, അതുപോലത്തെ വീഡിയോസാണ് ഇവരിങ്ങനെ നിറച്ച് തേഴ്സ്റ്റ് ട്രാപ്സാണ്. അതായത് നമ്മളിങ്ങനെ തേഴ്സ്റ്റ് ട്രാപ്സ് പറയുമ്പോൾ വാക്കിലുണ്ട്, നമുക്കിങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ട്രാപ്പിൽ പെടുത്തുന്ന സംഭവമില്ലേ. അതിൻ്റെ ഒരു പ്രശ്നം പറയുന്ന പലത് ഇൻസ്റ്റാഗ്രാമിന് ഇടുന്ന അക്കൗണ്ട്സും AI ബേസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസും ആയിരിക്കാം. ഞാൻ പറയുന്ന ഉറപ്പൊന്നുമില്ല, ആയിരിക്കാം. ചിലത് കാണുമ്പോൾ അങ്ങനെ തോന്നും. അങ്ങനത്തെ ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോൺ സ്റ്റാർ വരെ ഇറങ്ങിയിട്ടുണ്ട്. മാത്സ് പഠിപ്പിക്കണ ഒരു പോൺ സ്റ്റാർ വരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നും വേണ്ട. അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ നോക്കിയാൽ മതി. യൂട്യൂബിൽ ഞാൻ അങ്ങനെ വെറുതെ യൂട്യൂബിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സജസ്റ്റഡ് കൊണ്ടൊരു പെൺകുട്ടിയുടെ വീഡിയോ വേണം, അതായത് ഒരു ടീച്ചറുടെ വീഡിയോ. അങ്ങനെ 16 മില്യൺ വ്യൂസ്. 16 മില്യൺ എന്തോ ഒരു ബയോളജിയിൽ ഏതോ ക്ലാസ് എടുക്കണത്, ഇത്ര 5 മിനിറ്റ് വീഡിയോ ഉള്ളൂ, പക്ഷെ 16 മില്യൺ. ഞാൻ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വീഡിയോയ്ക്ക് നോക്കുമ്പോൾ എന്താ ഒരു പെണ്ണ്, നല്ല ഭംഗിയുള്ള പെൺകുട്ടി, ഒരു ടീച്ചർ, കുറച്ച് അത്യാവശ്യം ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള പെൺകുട്ടി, കുറച്ച് ക്ലീവേജ് കാണിച്ചിട്ടുണ്ട്. ആ ക്ലീവേജിനാണ് എന്ത് 16 മില്യൺ. എനിക്ക് തോന്നുന്നുണ്ട് ആ 16 മില്യണിൽ ഒരു 10% ആൾക്കാരെങ്കിലും ഈ ഒരു ബയോളജി ക്ലാസ് കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം അവര് തമ്പനയിൽ കൊടുക്കുന്ന എന്താണ്, ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആയിരിക്കും. കാരണം അതിൽ അട്രാക്റ്റഡ് ആവുള്ളൂ. അതേ സെയിം സബ്ജക്റ്റ്, അതേ സെയിം ചാപ്റ്റർ, അതേ സെയിം മൊഡ്യൂൾ, അല്ലെങ്കിൽ അതേ സെയിം കൺസെപ്റ്റ് ഒരു സാർ എടുക്കുക, ഇത് അടിപൊളിയായി സാർ എടുക്കുക, ഒരു 10 കേറി. അതാ പറഞ്ഞേ, അതാണ് അവസ്ഥ. അതായത് അങ്ങനെ ആ രീതിയിൽ അവരെ മെറ്റീരിയലൈസ് ചെയ്യാണ്. അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലെ തന്നെ പരിപാടി. പക്ഷെ ഇത് അവര് ഇപ്പൊ നമ്മള് പറയുന്ന, ഇപ്പൊ നീ ഇപ്പൊ വിചാരിച്ചു, ഇപ്പൊ ഒരു പെൺകുട്ടി നമ്മളിത് കാണുക വിചാരിച്ചോ, അവരെന്ത് വിചാരിക്കും, ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം, ഞാനല്ലേ കാണിക്കുന്നത്. അതാണ് അവരുടെ ഒരു പെർസ്പെക്റ്റീവ് അങ്ങനെയാക്കി മാറ്റി. നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് ഒരിക്കലും മനസ്സിലാവൂല. അതിൽ പറയുകയാണെങ്കിൽ നമുക്ക് പാകം പറയാൻ പറ്റുന്ന പറഞ്ഞാൽ അവരോട് നമുക്കൊന്നും പറയാനില്ല. പെൺകുട്ടികൾ നിങ്ങൾ എന്താ ചെയ്തോ, നിങ്ങൾ കാണിക്കുക എന്താ ചെയ്തോ, നമുക്ക് ആൺകുട്ടികളോട് മാത്രമേ പറയാനുള്ളൂ. കാണാണ്ടിരിക്കുക മാക്സിമം, ഡിലീറ്റ് ചെയ്ത് പോവുക ഇൻസ്റ്റാഗ്രാം അതൊക്കെ ഡിലീറ്റ് ചെയ്യല്ല, വേറെ ഓപ്ഷൻ ഇല്ല. അത്രയും ബെറ്റർ, അത്രയും വേറെ ഓപ്ഷൻ ഇല്ല, വേറെ ഇതില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ തുണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ ഓൺലി ഫാൻസിൽ ഇപ്പോഴത്തെ ഒരു പെൺകുട്ടി ലിലിയം ഫിലിംസ് പറഞ്ഞൊരു പെൺകുട്ടി, അവൾ പറയണമെന്ന് എനിക്ക് റെക്കോർഡ് ചെയ്യണം. ഇപ്പോൾ കറൻ്റ് ഉള്ള റെക്കോർഡിംഗ് ഒന്ന് 800 സംതിങ് ആണ്. അതായത് ഒരു ദിവസം മാക്സിമം എത്ര ആൾക്കാരായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നുള്ള റെക്കോർഡ് 800 സംതിങ് ആണ് ഇപ്പോൾ കറൻ്റ് വേൾഡ് റെക്കോർഡായി കിടക്കുന്നത്. അത് ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ലിലിയം ഫിലിംസ് പറഞ്ഞൊരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. മനസ്സിലായി, കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൾ പറയണമെന്ന് പറഞ്ഞാൽ
അതൊന്ന് ആലോചിച്ച് എത്രത്തോളം അതപ്പതിച്ചൊരു സമൂഹം എന്ന് ആലോചിക്കണം. ഒരു പെൺകുട്ടിയുടെ മൈൻഡ് സെറ്റ് ഇത്രയും രീതിയിൽ താഴാൻ പറ്റും. അതായത് ആ പെൺകുട്ടി പറയണമെന്ന് പറഞ്ഞാൽ ഒരു റൂം, ആ പെൺകുട്ടി പറയാം, ആ പെൺകുട്ടി ഈ ഒരു റെക്കോർഡ് ചെയ്യാൻ എന്താണ് ആ റെക്കോർഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു റൂം, ആ റൂമിൽ ആ പെൺകുട്ടി എന്ത് ചെയ്യും, നഗ്നമായിട്ട് ആ റൂമിൽ കിടക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആൺകുട്ടികൾ ഒരു ക്യൂ പോലെ രണ്ട് ഡോറുകൾ ഉണ്ടാവും. എന്നിട്ട് ഈ സൈഡിലുള്ള ഡോറിൽ നിന്ന് ആൺകുട്ടികൾ ഇങ്ങനെ വരി നിൽക്കും. 1000 ആൾക്കാർ ഇവിടെ പൈസ എടുത്ത് നിർത്തും. ഇത് 1000 ആൾക്കാരിൽ ഓരോ ആൾക്കാർ വന്നിട്ട് ഒരു പമ്പ് വെച്ചിട്ട്, അവൾ പറഞ്ഞ കറക്റ്റ് വേർഡ് റീഫ്രൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതേപോലെ ലിറ്ററലി പറയുകയാണ്. അതായത് ഓരോ ആൾക്കാർ വരുന്ന ഒരു പമ്പ്, അത് യൂസ് ചെയ്ത വാക്ക് ഒരു പമ്പ്, അതായത് ഒരു പ്രാവശ്യം സ്ട്രോക്ക് ചെയ്തിട്ട് ഒരാൾ പോണ് ആ ഡോറിൽ കിടന്ന് അങ്ങനെ അടുത്ത ആൾ വരുന്ന സ്ട്രോക്ക് ചെയ്യുന്ന അടുത്ത ആൾ, അങ്ങനെ 1000 ആൾക്കാർ സ്ട്രോക്ക് ചെയ്തു. ഒന്ന് ആലോചിച്ചപ്പോൾ ഒരു ടോയ്, ഒരു എന്താ പറയുക, ഇതൊക്കെ അത്രയും ആ ടോയ് പൊട്ടിപ്പോവുക. 1000 ആൾക്കാരാണ്. 1000 ആൾക്കാർ, അതാണ് ഇവളുടെ ഒരു ആഗ്രഹം പോലെ പറയുക. അത്രയും രീതിയിൽ ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുള്ള സമൂഹമാണ് വെസ്റ്റിലുള്ളത്. ഞാൻ ആലോചിക്കും ഇത് ചെയ്യുന്നതിൽ എന്ത് പ്രൊഡക്റ്റീവായി എന്ത് റിവാർഡാണ് കിട്ടുന്നത്, എന്ത് പ്രൊഡക്റ്റീവായ കാര്യം കിട്ടുന്നത്. നമ്മളിപ്പോ മലയാളത്തിൽ സാധാരണ പറയുന്നത് കഴപ്പ് എന്ന് പറയുന്നത് അതന്നെ സംഭവം. എന്താ അവസ്ഥ. അതേപോലെ തന്നെ കഴപ്പ് അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വേറെ സംഭവം എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായ സംഭവം 2022 ആ ഒരു സമയത്ത് ഉണ്ടായ സംഭവം. സ്റ്റെഫനി മറ്റെന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ചെയ്തു പറഞ്ഞാൽ ആ പെൺകുട്ടി പല പരിപാടികളും ചെയ്തു നോക്കി, പക്ഷെ ഒന്നും അത്രയും കയറുന്നില്ല. ഓൺലി ഫാൻസിൽ പല പെൺകുട്ടി സംഭവം ഇവർ കയറുന്നില്ല. അങ്ങനെ പിന്നെ ഇവളുടെ വീഡിയോസിനൊക്കെ പല ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത് തുടങ്ങി. അതായത് ഫാർട്ട് എന്താണെന്ന് അറിയില്ലേ, ഈ ഫാർട്ട് എനിക്ക്, അതായത് അത്രയും പല ആൾക്കാർക്കും പല ഫെറ്റിഷുകളാണല്ലോ. അപ്പോൾ ഇയാൾക്കുള്ള ഫെറ്റിഷ് എന്ന് പറഞ്ഞാൽ ഇയാൾ റിക്വസ്റ്റ് ചെയ്ത ഫെറ്റിഷ് പറഞ്ഞാൽ ഫാർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ റിക്വസ്റ്റ് ചെയ്തത്. അത്രയും ആൺകുട്ടികൾ എന്താ ആലോചിച്ചോക്കണേ. ഒരു പ്രത്യേകിച്ച് ഇവള് ഇവളെ മെയിൻ ഫാൻസ് ഇന്ത്യയിൽ നിന്നും ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നും റഷ്യയിൽ നിന്നൊക്കെയാണെന്നാണ്. അതായത് ഇന്ത്യക്കാരും അതിലുണ്ട്. അപ്പോൾ ഇവള് ഇതേപോലെ ഈ ഫാർട്ട് അല്ലെങ്കിൽ ഈ സംഭവം കുപ്പിയിലാക്കിയിട്ട് ഇത് ആലോചിച്ചോണം, കുപ്പിയിൽ മറ്റേ ജാറിലാക്കിയിട്ട് ആൾക്കാർക്ക് എക്സ്പോർട്ട് ചെയ്യുക. ഇവിടുന്ന് അതിന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ 1.5 കോടി രൂപ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ വുമൻസ് ഫാർട്ട് പറയാൻ എന്താ മറ്റേ പാലപ്പൂവിന്റെ മണോ? അത് നമുക്ക് തോന്നും, പക്ഷെ ഇവർക്ക് പറഞ്ഞാല് അതൊക്കെ ഒരു ഫെറ്റിഷായിട്ട് എടുക്കുകയാണ്. ഫാർട്ടിയാൽ കുറച്ച് പറഞ്ഞാൽ അതിനും വലിയ ഫെറ്റിഷുണ്ട്, പക്ഷെ അതിൽ കിടന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സെൻസർ ചെയ്തിട്ടുണ്ട് ആ രീതിയിലേക്ക്. എന്നിട്ട് ഇവിടെ ചാർജ് പറഞ്ഞാൽ ഒരു ജാറിന് $1000 നമ്മൾ ചാർജ് ചെയ്തു. എങ്ങനെ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് നിന്നിട്ട് എങ്ങനെ നമുക്കറിയില്ല, പക്ഷെ അങ്ങനെ ചാർജ് ചെയ്തിട്ട് ഇത്ര ആൾക്കാർ മേടിക്കണുണ്ട് ഈ സാധനം, ഇത്ര ആൾക്കാർ ഈ സംഭവം മേടിക്കണുണ്ട്. എന്താ ഇപ്പം ഇവള് വെറുതെ അടിച്ചിറക്കണമെങ്കിൽ കുഴപ്പമില്ല, ഇത് ആൾക്കാർ മേടിക്കാനുണ്ട്. പിന്നെ ഇവള് വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് അതിന് വേണ്ടി മാത്രമല്ല പൈസ കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് കുറെ ഫാൻസ് ചില ആൾക്കാരൊക്കെ ഡെയിലി മെസ്സേജ് ആക്കും, എന്തിന് ജസ്റ്റ് മുഖം സ്ക്വിൻറ്റ് ചെയ്യില്ലേ, നമ്മളിങ്ങനെ മുഖം ഇങ്ങനെ ആക്കൂലേ, അങ്ങനെ ചെയ്യണതിന് ഇവൾക്ക് പൈസ കൊടുക്കുക, അങ്ങനെ ആക്കണതിന് പൈസ കൊടുക്കുക. ഇവൾക്ക് തന്നെ ഇവിടെ ചില സമയത്ത് അത്ഭുതപ്പെടുക, എന്തിനാ ഇവർ നിങ്ങൾക്ക് പൈസ തരുന്നത്, ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ, ജസ്റ്റ് മുഖം ഇങ്ങനെ ആക്കൽ ചെയ്തിട്ടുള്ളൂ, പിന്നെ എന്തിനാ ഇങ്ങനെ ഇതാക്കണത് പൈസ തരുന്നത്. അതേപോലെ തന്നെ വേറൊരു പെൺകുട്ടി, എന്താണ് അതിൻ്റെ പേര്, ബെല്ല ഡെൽഫി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി. ഈ പെൺകുട്ടി ചെയ്തെന്ന് പറഞ്ഞാൽ ബാത്ത് വാട്ടർ ഉണ്ട്, കുളിച്ച വെള്ളം കുപ്പിയിലാക്കി കൊടുത്ത് അത് മേടിക്കാൻ ആൾക്കാർ മിനറൽ വാട്ടർ പോലെ. ഇതൊരു മനുഷ്യൻ തന്നെയല്ലേ, ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്ന പാർട്ട് തന്നെയാണ് എല്ലാവർക്കും. അപ്പൊ കുളിച്ച വെള്ളം അത്ര അഴുക്കാ പോകുന്നത്. ഇപ്പൊ ഇവള് കുളിച്ചാൽ തന്നെ എത്ര ആൾക്കാർക്ക് അറിയാം, ഈ ഇവളെന്നെ ഇട്ട് നിറച്ചിട്ട് കുപ്പിയിലാക്കിയെന്ന് എത്ര ആൾക്കാർക്ക് അറിയാം. എന്തിനാണ് ഇവര് കുളിക്കുമ്പോ മറ്റേ വാനില ഫ്ലേവർ ഇങ്ങനെ ഒഴുകി പോകും ശരീരത്തിന്ന്. എന്താ ഇവരെ ഓരോ ഫെറ്റിഷുകൾ. പിന്നെ അതേപോലെ തന്നെ ഇവളെന്നെ പറഞ്ഞതാണ്, അതായത് ഇവളുടെ മറ്റേ തൊണ്ടക്കുള്ളിൽ നമുക്ക് അറിയില്ല ഒരു ഊബൂല എന്ന് പറയും, ഒരു ഈ തൊണ്ടന്റെ ഉള്ളിലൊക്കെ വീഡിയോ എടുത്ത് ഞാൻ കാണാൻ പറ്റും, ഒരു സാധനം തൂങ്ങിക്കിടക്കുന്നുണ്ട്, അതിന്റെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് കുറെ ആൾക്കാർ അതിന്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ $. കൊണ്ട് തരാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇത്രയും മാത്രം എന്താ പറയാ സെക്ഷൽ. ഇവര് പറയും നമ്മളെ ഇന്ത്യക്കാരാണ് കൂടുതൽ സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കണമെന്ന് എല്ലാരും പറയാം. ഇങ്ങനൊക്കെ ഇന്ത്യക്കാര് ഒരു ശതമാനം പോലും ആയിട്ടില്ല കേട്ടോ. ഇത് ഈ രീതിയിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഇവര് പറയണ എന്താ, അവിടെ അമേരിക്കയിലെ എല്ലാ പെൺകുട്ടികളും ഭയങ്കര നോർമലായിട്ട് കാണുന്നത്, അവിടെ ഈ നഗ്നത എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നോർമലൈസ് ആയിട്ട് തന്നെ അവർക്ക് ഇതൊരു വിഷയമില്ലാന്ന് അവർ പറയണത്. പാട്ട് കുപ്പിയിലാക്കി വെക്കുന്നത് നോർമലല്ല. എന്നിട്ട് അവിടെ ഇപ്പൊ എന്താ ഇപ്പൊ അപ്പോഴത്തെ അവസ്ഥ, പാട്ട് കുപ്പിയിലാക്കി വെക്കുക, പിന്നെ കുളിച്ച വെള്ളം എടുത്ത് കൊടുക്കുക, പിന്നെന്താണ് ഇതിന്റെ ഫോട്ടോ എടുത്ത് കൊടുക്കുക, അങ്ങനെ വീടായിട്ടുള്ള സംഭവങ്ങൾ. ഇതിപ്പോ നമ്മൾ പറഞ്ഞ സംഭവം, അതായത് ഏത് സ്റ്റെഫനി മറ്റോ പറഞ്ഞ ആള്, പക്ഷെ അതിനും ഒരു കടുപ്പാണ് അവസ്ഥ. പിന്നെ അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഓൺലി ഫാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം കണക്ക് വന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണക്ക് വന്ന് പറഞ്ഞാൽ 1.4 മില്യൺ US പെൺകുട്ടികളാണ്, US മാത്രമുള്ള പെൺകുട്ടികളാണ് ഓൺലി ഫാൻസ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളത്. ആലോചിച്ചൊക്കെ ഇപ്പോൾ ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സാണത്, 18 വയസ്സായ ആൾക്കാർ, അവർക്ക് എഡ്യൂക്കേഷൻ ലോൺ അടക്കാൻ പൈസ ഇല്ല. അപ്പോൾ അമേരിക്കത്തെ കൾച്ചർ എനിക്ക് അറിയില്ലേ,
അവിടുത്തെ കൾച്ചർ പറഞ്ഞാൽ 18 വയസ്സ് ആ ഒരു ലെവലിലായി കഴിഞ്ഞാൽ പിന്നെ പേരൻസിന് അവരെ മുകളിൽ ഒന്നുമില്ല. പിന്നെ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജോലി ചെയ്തിട്ട് എന്താ എങ്ങനെ വെച്ചാൽ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് പഠിക്കുക എന്നാണ് അവരോട് പറയാം. അപ്പോൾ അവർ പഠിക്കാൻ പോകണമെങ്കിൽ അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ഓപ്ഷൻ തീർച്ചയായിട്ടും ഓൺലി ഫാൻസ് ആണ്. പ്രത്യേകിച്ച് കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ, ഭംഗി വേണമെന്നില്ല, ചില ആൾക്കാർ മുഖം പോലും കാണിക്കാണ്ട് മറ്റേ മ്യൂസിയത്തിന് പോലെ മുഖം കൂടി കടക്കാൻ മുഖം പോലും കാണിക്കാണ്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ ഒരു ഇതുണ്ട്, മോണോപ്പൊളി ഉണ്ട്. ഈ മെയിനായിട്ടുള്ള ആക്ടർമാരൊക്കെ ഉണ്ടല്ലോ, മെയിനായിട്ടുള്ള ആക്ട്രസ്മാർ, അവരാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരെ കാട്ടി. നമുക്ക് ഏകദേശം മൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.